ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് വെജിറ്റബിൾസ് കൊണ്ടുള്ള ഒരു ചില്ലി മസാലയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ എന്ന് പറയുന്നത് മത്തങ്ങയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റിൻ്റെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ 3 ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്, ഒപ്പം കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഈ പച്ചക്കറിയെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ചതുര കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഇനി ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. സാധാരണ ഞാനിത് കേരളത്തിൽ അധികം ആരും തയ്യാറാക്കി കണ്ടിട്ടില്ല. പല മലയാളത്തിൻ്റെ കുക്കിംഗ് ചാനലുകൾ ഞാൻ കയറി നോക്കിയെങ്കിലും ഞാൻ ഈ തയ്യാറാക്കുന്നത് പോലെയുള്ള ഒരു വെജിറ്റബിൾ ചില്ലി മസാല ആരും തന്നെ തയ്യാറാക്കി ഞാൻ കണ്ടിട്ടില്ല. ഇത് പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ തയ്യാറാക്കി ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും കേരളത്തിൽ പൊതുവെ ഇങ്ങനെ തയ്യാറാക്കി ഞാൻ കണ്ടിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് കൊണ്ടുപോകാം. കണ്ടില്ലേ, ഞാനിവിടെ 4 വെജിറ്റബിൾസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സ്റ്റൗവിൽ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കുക. ആ പാത്രത്തിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന വെജിറ്റബിൾസ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഈ വെള്ളത്തിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് ഒരു മൂടി വെച്ച് ഇതൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു മൂടി വെച്ച് അടച്ച് ഇനി ഇത് വെന്ത് വരുന്നതിന് വേണ്ടി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ആ മൂടി ഒന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് നമ്മൾ ഇട്ട് കൊടുത്ത വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ വേകുക എന്ന് പറയുമ്പോൾ ഒരുപാട് വെന്ത് അങ്ങ് അലിഞ്ഞു പോകരുത്. ഇതുപോലെ ഒരു 85% മാത്രം വെജിറ്റബിൾസ് വെന്താൽ മതി. ഇങ്ങനെ വെന്ത് കിട്ടുന്ന ഈ വെജിറ്റബിൾസിലുള്ള വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളയാൻ വേണ്ടി നമുക്കൊന്ന് കൊണ്ടുപോകാം. അതിനുശേഷം ഈ വെജിറ്റബിളിൻ്റെ കഷ്ണങ്ങളെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ കൊണ്ടുപോയി ഒന്ന് അടിച്ച് ഇതേപോലെ ക്രീമാക്കി ഒന്ന് എടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ തന്നെ ക്രീമാക്കി എടുക്കുക. എടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോസ് ഐറ്റംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസ് 1 സ്പൂൺ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ വളരെ കുറച്ച് സോസുകൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നീട് നമുക്ക് ഇത് തയ്യാറാക്കുന്ന സമയത്ത് വീണ്ടും ഇതിനകത്ത് സോസുകൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. പിന്നീട് 1 സ്പൂൺ സോയാ സോസും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയാ സോസും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഗ്രീൻ ചില്ലി സോസാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിളിൻ്റെ ക്രീമും അതുപോലെ തന്നെ ഈ സോസ് ഐറ്റംസ് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് സമയം നിർത്താതെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്ത് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. കണ്ടില്ലേ, ഇപ്പം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇങ്ങനെ മിക്സായി വന്നതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 5 ചെറിയ സ്പൂണിന് 5 മൈദയുടെ പൊടിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ മൈദയൊന്നും ചേർത്ത് കൊടുക്കണ്ട. നമുക്ക് വീട്ടിൽ റൊട്ടിയും പൊറോട്ടയൊക്കെ തയ്യാറാക്കുന്നത് പോലെ മാവ് അത്ര കട്ടിയായിട്ടൊന്നും കുഴച്ചെടുക്കേണ്ട കാര്യമില്ല. ഇതൊരു സ്വല്പം നല്ല കട്ടിയുള്ള ക്രീം രീതിയിലാണ് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ഒരു മുട്ടയും കൂടെ നമുക്ക് ഇതിനകത്തൊന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. മുട്ട നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി. മുട്ട ചേർത്ത് കൊടുത്തില്ലെങ്കിലും നമ്മുടെ ചില്ലി മസാല വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുട്ടയും ആ ക്രീമും മസാലയും ഇതെല്ലാം കൂടെ ഒരു 2-3 മിനിറ്റ് സമയം നിർത്താതെ ഇതേ രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ആ ഒരു കറക്റ്റ് രീതിയിൽ ആ ഒരു ക്രീമായിട്ട് തന്നെ നമുക്കിത് കിട്ടുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. ഞാനിത് പല പ്രാവശ്യം തയ്യാറാക്കിയതിന് ശേഷമാണ് നിങ്ങളെ ഇതുപോലെ തയ്യാറാക്കി കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതെന്തായാലും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. ക്രീമെല്ലാം നല്ലതുപോലെ ആ ക്രീമായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി സ്റ്റൗവിൽ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കുക. ആ പാത്രത്തിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്.
ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ക്രീമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മാവ് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എണ്ണയ്ക്കകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ഇതൊരു നേരിയ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. രണ്ട് വശവും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഇത് നല്ല ആ ഒരു കറക്റ്റ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഡാർക്ക് ഫ്രൈ ആയിട്ടൊന്നും തയ്യാറാക്കേണ്ട കാര്യമില്ല. ഇതിന്റെ ആ പുറത്തെല്ലാം ഒരു നേരിയ ബ്രൗൺ കളർ വരുമ്പോൾ തന്നെ നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പൊ അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുക. അപ്പൊ നേരത്തെ ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ വറുത്ത് കോരി പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെ ഞാൻ കാണിച്ചില്ല. കാരണം അത് നിങ്ങൾക്കൊരു ബോറാവുമല്ലോ ചൊല്ലിയാണ് ഞാൻ ഒരു പ്രാവശ്യം മാത്രം വറുത്ത് കോരി ഇതുപോലെ കാണിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പൊ നമ്മൾ വറുത്തതിന് ശേഷം കിട്ടിയ എണ്ണ, ആ ഒരു എണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി. അതും ഇതുപോലെ ഇത് പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളുത്തുള്ളി ഇതിനകത്തേക്ക് അതായത് 1.5 സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് വാടി വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 1.5 സ്പൂൺ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അഥവാ ഇനി എരിവ് കുറവ് മതിയെങ്കിൽ അതനുസരിച്ച് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും പച്ച ചുവയ്ക്ക് ഒന്ന് മാറി വരുന്നത് വരെ വേണം ഇളക്കി കൊടുക്കേണ്ടത്. അതിനുശേഷം ഇനി ഇതിനകത്തേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം മല്ലിയിലയും ഒന്ന് വാടി വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇതങ്ങ് വെന്ത് പോകരുത്. കണ്ടോ? ഈ ഒരു പരുവത്തിൽ വേണം ഇതൊന്ന് ഇളക്കി എടുക്കേണ്ടത്. ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയെല്ലാം ആ ഒരു പച്ച കളറൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഇളക്കിയതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് 1 സ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്ന മുളക് പൊടി എന്ന് പറഞ്ഞാൽ കാശ്മീരി മുളക് പൊടിയാണ്. കാരണം അതിനല്പം കളറുണ്ട്. നമ്മൾ ഇതിനകത്ത് മറ്റുള്ള യാതൊരുവിധ കൃത്രിമ കളറും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആകെ കിട്ടുന്ന കളർ എന്ന് പറഞ്ഞാൽ ഈ കാശ്മീരി ചില്ലി പൗഡറിൽ നിന്നും കിട്ടുന്ന ഒരു കളർ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. 1 സ്പൂൺ ചില്ലി പൗഡറോട് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുളക് പൊടിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഈ സമയത്താണ് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മസാല ആ കഷ്ണങ്ങളുടെ പുറത്തെല്ലാം ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1-2 മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ മസാലയെല്ലാം ആ കഷ്ണങ്ങളുടെ എല്ലാം മുകളിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പൊ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീടാണ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോസ് ഐറ്റംസ് വീണ്ടും ചേർത്ത് കൊടുക്കണം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ നേരത്തെ ഓരോ സ്പൂൺ സോസ് മാത്രമാണ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് 1.5 സ്പൂൺ സോസുകൾ വീതം കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ടൊമാറ്റോ സോസ് 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പിന്നീട് സോയാ സോസും 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസും സോയാ സോസും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ചില്ലി സോസ് അത് നമുക്ക് 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഈ സോസൊക്കെ പറയുമ്പോൾ അധികം ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഓരോന്ന് നമ്മൾ തയ്യാറാക്കുമ്പോഴും അതിന്റെ കണക്കനുസരിച്ച് ആ ഒരു മസാലകൾ ചേർത്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന യഥാർത്ഥ രുചി നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ സോസ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ആ കഷ്ണങ്ങളും ആ സോസും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ? ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു കളർ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് യാതൊരുവിധ കളറും ചേർക്കാതെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വീണ്ടും അല്പം കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കസൂരി മേത്തി കൂടുതലൊന്നും ചേർത്ത് കൊടുക്കരുത്. ആ ഒരു കറക്റ്റ് അളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. കൂടുതൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് ഒരു ചെറിയ കയ്പ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി എല്ലാം കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ ഒരു 3 സ്പൂൺ കോൺഫ്ലവറിന്റെ പൊടി എടുത്ത് 1 കപ്പ് വെള്ളത്തിനകത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. മിക്ക ചൈനീസിന്റെ എല്ലാ റെസിപ്പികളിലും ഇതുപോലെ കോൺഫ്ലവർ ഒരു മെയിൻ ഘടകം തന്നെയാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ അങ്ങനെ കൂടുതൽ കോൺഫ്ലവർ വെച്ചുള്ള ഇതുപോലെ ചില്ലി ചിക്കൻ അതുപോലെ തന്നെ അങ്ങനെ ചില്ലി ഐറ്റംസ് ഒക്കെ തയ്യാറാക്കുമ്പോഴാണ് കൂടുതലും ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ? ഇപ്പൊ നമ്മുടെ ആ ഒരു വെജിറ്റബിൾ ചില്ലി മസാല തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് വലിയ ഡെക്കറേഷൻ്റെ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇറക്കിയതിന് ശേഷം ഇത് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക.
തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. പച്ചക്കറിയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കുട്ടികളുണ്ട്. അതുപോലെ ചില മുതിർന്നവർക്കും പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജിയാ. അവർക്കൊക്കെ ഈ പച്ചക്കറി കൊണ്ട് തന്നെ ഇതേപോലുള്ള വെജിറ്റബിൾ ചില്ലി മസാല തയ്യാറാക്കി കൊടുത്താൽ അവർ ആവശ്യത്തിന് ഇത് കഴിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക.